ഇത് മാത്രം പ്രസവിക്കാറായി നിൽക്കണം. എത്രാമത്തെ പ്രസവം അപ്പൊ? ഇത് മൂന്നായിരുന്നു. റെസ്റ്റിംഗ് ടൈം അല്ലേ? ഇത് ചേട്ടൻ ഈ ഒരു പശുപാലം ലാഭത്തിലേക്ക് എത്തിക്കാൻ ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ലാഭത്തിൽ വെച്ചാൽ നമ്മ ഒറ്റക്ക് വേറെ പണിക്കാരെ നിർത്താതെ നമ്മ രണ്ടാമത് പണിതാണ്. ഇപ്പൊ എന്തോരം കോസ്റ്റ് ആയിക്കാണ്? എത്ര? ഇതിപ്പോ പണിതിട്ട് 6-7 ലക്ഷം രൂപ കൂടുതൽ ഞാൻ അങ്ങനെ പണിത്. ചേട്ടൻ തന്നെയാണ് ഓടുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിറ്റിയിലെ തിരക്കുള്ള ജീവിതത്തിൽ പശു വളർത്തുന്ന അത്ര എളുപ്പമല്ല. പക്ഷെ എന്നാൽ നമുക്ക് ഇന്നൊരു പശു ഫാം കണ്ടാലോ? അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിക്ക് അടുത്ത് മഞ്ഞുമേൽ എന്ന സ്ഥലത്തുള്ള നിക്സൺ ചേട്ടന്റെ പശു ഫാം ആട്ടോ. പിന്നെ നിക്സൺ ചേട്ടൻ ഇവിടെ 17 പശുക്കളാണുള്ളത്. NH-ന്റെ തൊട്ടടുത്താണ് ഈ പശു ഫാം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്ഷീരാശർക്ക് വളരെ ഉപകാരപ്രദമാവും. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പൊ നിങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോട്ടെ. അപ്പൊ ഇതായിട്ട് നിക്സൺ ചേട്ടൻ. ചേട്ടാ നമസ്കാരം. അപ്പൊ ഇതാണ് ചേട്ടന്റെ പശുത്തൊഴുത്തും കാര്യങ്ങളും. ഇതെല്ലാം HF-ന്റെ നല്ല കൂടിയ പാലുള്ള പശുക്കളാണ്. അപ്പൊ പശുക്കളെ എവിടെ നിന്ന് എടുക്കണേ? അപ്പൊ തമിഴ്നാട് പശുക്കളാണ് എല്ലാം എടുക്കുന്നത്. തമിഴ്നാട് പശുക്കളാണ്. ഈറോഡ് പിന്നെ മൂവാറ്റുപുഴന്ന് എടുക്കാറുണ്ട്. മൂവാറ്റുപുഴന്ന്. എന്തുകൊണ്ടും നമ്മുടെ നാട്ടിൽ നിന്നല്ലേ സാധാരണ എടുക്കാറുള്ളത്? നാട്ടില് പശുക്കൾ കുറവാണ്. നാട്ടിലുള്ള പശുവിന് പാലും കുറവാണ്. തമിഴ്നാട് പശുക്കളാകുമ്പോ പാലുണ്ട്. 12 ലിറ്റർ 15 ലിറ്റർ 20 ലിറ്റർ പാലുള്ള പശുക്കളൊക്കെ ഉണ്ട്. അപ്പൊ കൂടിയ പാലുൽപാദനമുള്ള പശുക്കളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് നമുക്കൊന്ന് പശുക്കളൊന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ. അപ്പൊ ഇതാണ് ചേട്ടന്റെ പശുക്കള്. അതെ. എത്ര ലിറ്റർ പാലോ? 20 ലിറ്റർ. 20 ലിറ്റർ. ഇതിപ്പോ എത്രാമത്തെ പ്രസവമായി? മൂന്നാമത്തെ പ്രസവം. അപ്പൊ ഇത് HF അല്ലേ? ഇതും എത്ര ലിറ്റർ? ഒരു 20 പ്ലസ് അല്ലേ? പാലുള്ള പശുവാണ്. പശു എല്ലാം 10 മുകളിലോട്ട് പാല് ഉള്ള പശുവാണ് ഇതൊക്കെ. അതെ അതെ. 20 ലിറ്റർ എല്ലാത്തിനും ഉണ്ട്. അപ്പൊ എത്ര പ്രസവം വരെ നിർത്തും അപ്പൊ ഈ കൂടിയ പാലുള്ള പശു? ഞാൻ കുത്തുവെച്ച് ചന പിടിപ്പിച്ച് പ്രസവിക്കുന്നവരെ നിർത്തുമല്ലേ, ചന പിടിക്കാതെ കൊടുക്കുള്ളൂ. അത് അങ്ങനെ ശരിയാ. കാരണം നമുക്കത് നിർത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണല്ലേ. പിന്നെ കുട്ടികൾ നിർത്താറില്ലേ? കുട്ടികളുണ്ട്. വിക്കതും പ്രസവിച്ച് കഴിയുമ്പോ കാളക്കുട്ടികളായിരിക്കും. പിന്നെ പശുക്കുട്ടികളുണ്ട്. കാര്യങ്ങളും കൊടുക്കും. അവിടെ 2 എണ്ണം ഉണ്ട്. അത് പശുക്കുട്ടിയാണോ? പശുക്കുട്ടിയാണ്. ഇപ്പൊ ഈ തൊഴുത്തില് ഏറ്റവും നല്ല പശു പാലുള്ള പശു ഏതാണ്? പാൽപ്പാനുള്ള പശു എല്ലാം പാലുള്ള പശുക്കളാണ്. ഇത് മാത്രം പ്രസവിക്കാറായി നിൽക്കണം. എത്രാമത്തെ പ്രസവം അപ്പൊ? ഇത് മൂന്നായിരുന്നു. റെസ്റ്റിംഗ് ടൈം അല്ലേ? ഇത് ഈറോഡിന്ന് കൊണ്ടുവന്നതാണ്. പാലോടി വശമാണ്. ഇതിപ്പോ അടുത്ത മാസം പ്രസവിക്കും. ഇത് നാട്ടില് മേടിച്ചു വെച്ചാണ്. എന്നാലും അതിന് ഒരു 10 ലിറ്റർ പാലോളം ഉണ്ടാകും. കാരണം ഞാൻ ചോദിക്കാൻ കാരണം എല്ലാം നല്ല കൂടിയ ഒരു പശു മാത്രം ചെറിയ പശു നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ പാലിന്റെ കൊഴുപ്പൊക്കെ എങ്ങനെയുണ്ട്? കൊഴുപ്പൊക്കെ ഉണ്ട്. അതിന് കുഴപ്പമുണ്ടാകാനുള്ള ടോണിക് അത് കൊടുക്കണ്ട ഇവിടെ. പിന്നെ ഭക്ഷണം കൊടുക്കും. എങ്ങനെ പാലിന്റെ വിൽപ്പനയൊക്കെ? വിൽപ്പന വീടുകളിൽ കൊടുക്കും. പിന്നെ ക്ഷീരസംഘത്തിൽ കൊടുക്കും. സംഘം ഉണ്ടല്ലോ, മഞ്ഞമ്മേല് പാല് എടുക്കുന്ന സംഘം ഉണ്ടല്ലേ, അവിടെ കൊടുക്കും. അപ്പൊ ചേട്ടന്റെ തുടക്ക കാലഘട്ടം എങ്ങനെ ഈ പശു വളർത്തലിന്റെ? തുടക്കം അപ്പൂപ്പന് പശു ഉണ്ടായി, അപ്പച്ചന് പശു ഉണ്ടായി. പിന്നെ ഞാനും. ഏത് പശു? നമ്മുടെ നാടൻ പശു ആയിരുന്നു? അപ്പച്ചനൊക്കെ നാടൻ പശുവിനെ വളർത്തി. അത് കഴിഞ്ഞ് ഞാൻ ഒരു പശു ഉള്ളായിരുന്നു ആദ്യം. ഞാൻ കൽപ്പണിയായിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇതിന് ഇവിടെ ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ 1 മടിച്ച് 2 മടിച്ച് അങ്ങനെ ആട് മേടിച്ച്. അപ്പൊ ആ പണി നിർത്തി. അപ്പൊ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? വേറെ എവിടെയല്ല? ഇല്ല, അവിടെ ഞങ്ങളുടെ വീട് അവിടെ തറവാട് അപ്പുറത്താണ്. തറവാട്ടിലായിരുന്നു. അവിടുന്ന് ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞാലായി? ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 20 വർഷത്തോളം. ആദ്യം നമ്മള് നാട്ടിൽ നിന്ന് തന്നെയായിരുന്നു? നാട്ടിൽ നിന്ന് തന്നെ എടുത്തിരുന്നത്. പിന്നെ അതിനുശേഷം അത് കഴിഞ്ഞപ്പോ നാട്ടിൽ പാല് കുറവായോണ്ട് പുറത്തുനിന്ന് എടുത്തു. നമ്മുടെ ഫാം കുറച്ചും കൂടി വിപുലമാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെ? അപ്പൊ സംഘത്തിൽ എന്തോരം കൊടുക്കണം? രാവിലെ ഒരു 30 ലിറ്റർ കൊടുക്കും. വൈകിട്ട് ഒരു 20 ലിറ്റർ കൊടുക്കും. 20 ലിറ്റർ കൊടുക്കും. പിന്നെ ബാക്കി വീടുകളില് ഒരു 60-70 ലിറ്ററോളം വീടുകളിൽ കൊടുക്കണം. നമ്മള് എത്ര രൂപ? 60 രൂപ 65 രൂപ ഒക്കെ കൊടുക്കും. അപ്പൊ ഇവിടെ മൊത്തം എത്ര പശുക്കളുണ്ട്? 17 ഉണ്ടായതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ 4 കൊടുത്ത്. ഇപ്പൊ 12 ഉണ്ട്.
13 അപ്പൊ കൊടുത്തെന്ന് പറഞ്ഞു അതിന് വിൽപ്പന വല്ലതും ഉണ്ടോ? ഇല്ലില്ല, ഇല്ല. പാല് ഉൽപ്പാദനം ഉണ്ടായില്ല. പിന്നെ അപ്പൊ നമുക്ക് തീറ്റ കൊടുത്ത് നിർത്താൻ പറ്റൂല. അപ്പൊ അങ്ങനെയാണ് കൊടുത്തത്. ശരിക്കും പറഞ്ഞ ചേട്ടൻ ഈ ഒരു പശുപാം ലാഭത്തിലേക്ക് എത്തിക്കാൻ ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ലാഭത്തിന് വെച്ചാൽ നമ്മ ഒറ്റക്ക് വേറെ പണിക്കാരെ നിർത്താതെ നമ്മ തന്നെ എല്ലാം ചെയ്യണത്. അതെയോ? ചേട്ടൻ തന്നെയാണ്? ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യണത്. പുല്ലിറക്കലും വൈക്കോലുണ്ട്, എന്നാലും പുല്ലും കുറച്ച് ഇറക്കും. വൈക്കോല് നമ്മൾ വാങ്ങിക്കും, പുറത്തുനിന്ന് കൊണ്ടുവന്ന് വരും പാലക്കാടുന്ന്. പിന്നെ കറവഴി ഞാൻ തന്നെയാണ്. ചേട്ടൻ തന്നെയാണ്? മെഷീൻ കറവയല്ല? മെഷീൻ തന്നെയല്ല, ഞാൻ തന്നെ ഇറക്കണം. അതെയോ? നമ്മ മറ്റുള്ള എല്ലാരും പൈസ കൊടുത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കിട്ടൂല. അവർക്ക് പൈസ കൊടുക്കണം. അപ്പൊ എല്ലാം നമ്മ തന്നെ ചെയ്യണോണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും. സ്വന്തമായിട്ട് ചെയ്ത് നമുക്ക് അത്യാവശ്യം പിടിച്ചേക്കാൻ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോകും. ഓരോ കാര്യത്തിന് ആളുകളെ നിർത്തി ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഉണ്ടാവൂല. പിന്നെ അത് ചെന പിടിക്കാത്ത പശുക്കളൊക്കെ വിൽക്കാം അല്ലെ? ചെന പിടിക്കാത്ത പശുവിനെയൊക്കെ വിൽക്കും. പാലുൽപാദനം തീരുവല്ല, കാരണം പാല് തീരും 2-3 ലിറ്റർ ആവുമ്പോ കൊടുക്കും. അങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല. ഈ ഫാമിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു പശു നമുക്ക് കാണാം അല്ലേ ഏട്ടാ? ഏറ്റവും പ്രായം കൂടിയ. എത്ര പ്രസവം വരെ ഇതില്ലേ? എത്ര പ്രസവം വരെ? 6 പ്രസവമായി. 6 പ്രസവം വരെ. എത്ര ലിറ്റർ പാലപ്പോ കിട്ടും? ഇപ്പൊ അതിന് ഒരു 12 ലിറ്റർ ഉണ്ട്. 12 ലിറ്റർ ഉണ്ട്. വൈകിട്ട് 8 ലിറ്റർ, അങ്ങനെ 20 ലിറ്റർ പാലുണ്ട്. 20 ലിറ്റർ പാലുണ്ട്. അപ്പൊ ഇതിനിങ്ങനെ നല്ല രീതിയിൽ പാലുൽപാദനം ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും തീറ്റയോ അങ്ങനെ തീറ്റ കൊടുക്കണം. കേസിന്റെ തീറ്റ കൊടുക്കണം. പിന്നെ സോയ എന്ന് പറഞ്ഞ ഒരു പൊടിയുണ്ട്, ചോളത്തിന്റെ പൊടി, ഗോതമ്പ് പൊടി, അങ്ങനെയൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ കപ്പിലുണ്ട് പിണ്ണാക്കൊക്കെ മേടിച്ച് അതും കൊടുക്കുന്നുണ്ട്. ഒരു 12 കിലോ തീറ്റ കൊടുക്കും ഒരെണ്ണത്തിന് ഒരു ദിവസം. 12 കിലോ 6 കിലോ വെച്ച് രാവിലെ, വൈകുന്നേരം 6 കിലോ. പിന്നെ പുല്ലും വൈക്കോലും വേറെ പുല്ല് എങ്ങനെ നട്ടുപിടിപ്പിക്കുക? ഇല്ല, പുല്ല് ഇവിടെ ഉണ്ട്, പറമ്പിന്ന് വെട്ടും. അല്ലെങ്കിൽ പിന്നെ പുഴയില് പുല്ലുണ്ട്, വഞ്ചിക്ക് പോയി പുഴയിൽ പോയി വെട്ടും. അതെയോ? തൊട്ടപ്പുറത്ത് പുഴയാണ്. ഇവിടെ ചേരാനെല്ലിന്റെ അടുത്താണ്. ഇവിടെ നോക്കി കാണില്ല, അത് പുഴയാണ്. എന്നാലും ചേട്ടന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് അതിനുള്ള പ്രതിഫലം ഉണ്ട്. വേറെ കഷ്ടപ്പാടൊന്നുമില്ല. എപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും. മറ്റുള്ള പണിക്ക് പോവാണെങ്കിൽ എപ്പോഴും പൈസ ഉണ്ട്. ഇതാകുമ്പോ എങ്ങാടെങ്കിലും പോകുമ്പോ മറ്റേ പാലിന്റെ പൈസ തന്നിട്ടില്ല, അന്നത്തെ പൈസ തന്നില്ല, നമ്മൾ ആരെങ്കിലും 500-1000 ഒക്കെ തരും. നമ്മളിപ്പോ മറന്നു കിടക്കായിരിക്കും, അപ്പോഴും അവര് വിളിച്ചു തരും പൈസ. കയ്യില് പൈസ എപ്പോഴും ഉണ്ടാവും. തറവാട്ടിന്ന് വന്നപ്പോ ഈ തൊഴുത്ത് ഇങ്ങനെയായിരുന്നു? ഇല്ല, ഓടുംപരായിരുന്നു. ചെറുതായിട്ടൊരു ഓടുംപര 6 പശു ഉണ്ടായിരുന്നുള്ളൂ. 6 പശു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ 2018 വെള്ളപ്പൊക്കം വന്നപ്പോ ഇതൊക്കെ നിറഞ്ഞ് മുങ്ങിപ്പോയി. അപ്പൊ തൊഴുത്ത് മറ്റേ ഓടിട്ടതായിരുന്നല്ലോ അന്ന്. അപ്പൊ എല്ലാ ഫില്ലറൊക്കെ ചരിഞ്ഞ് മറിയാൻ പോയപ്പോഴേക്കും അത് കഴിഞ്ഞ് 2018 കഴിഞ്ഞപ്പോഴാണ് ഇത് പണിത്. ഇങ്ങനെ അപ്പൊ പശുക്കളൊക്കെ വെള്ളത്തിൽ നീന്തിച്ച് അവിടെ റോഡിന് മുകളിൽ കൊണ്ട് കെട്ടി. അതെല്ലേ? മഴയത്ത്. അത് കഴിഞ്ഞപ്പോ പിന്നെ വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞ് രണ്ടാമത് പണിതാണ്. ഇപ്പൊ എന്തോരം കോസ്റ്റ് ആയിക്കാണ്? ഇതിപ്പോ പണിതിട്ട് 6-7 ലക്ഷം രൂപ. കൂടുതൽ ഞാൻ അങ്ങനെ പണിത്. ചേട്ടൻ തന്നെയാണ് പണിതത്? കൽപ്പണി ഞാനും ചേട്ടന് കൽപ്പണി അറിയാം. ഞാനും ചേട്ടന് ഷീറ്റിന്റെ വർക്ക് മാത്രമേ ആളെ വിളിച്ചോളൂ. ബാക്കിയൊക്കെ അങ്ങനെ തറയിട്ടലും മണ്ണിടലും കോൺക്രീറ്റ് ചെയ്യലൊക്കെ. നിങ്ങളെ വിറ്റുള്ള പൈസ കൊണ്ടാണോ? ഇല്ല, പൈസ വേറെ ലോൺ ആയിട്ടായിരുന്നു. ലോൺ ഉണ്ടായിരുന്നു, പിന്നെ കയ്യിലും കുറച്ച് പൈസ ഉണ്ടായിരുന്നു. എന്നാലും നിങ്ങളുള്ളതുകൊണ്ട് അത് അടഞ്ഞു പോയി അല്ലേ? അപ്പൊ പലരും പറയുന്നു ഈ പശു വളർത്ത് നഷ്ടത്തിലേക്ക് പോകുന്നു. പക്ഷെ ചേട്ടൻ പറഞ്ഞു അങ്ങനെയല്ല, നമുക്ക് ലാഭം അത്യാവശ്യം കിട്ടും. ലാഭം നമ്മൾ സ്വയം എല്ലാ പണിയും ചെയ്യണമെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാവും. ഓരോ കാര്യങ്ങൾക്ക് ആൾക്കാർ നിർത്തി ചെയ്താൽ പൈസ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഒരു പശുവിനെ കറക്കണതിന് 2000 രൂപയാണ് ഇവിടെ ഇപ്പൊ മേടിക്കണത്. അപ്പൊ ഞാൻ ചെയ്യണോണ്ട് ആ കാശ് നമ്മുടെ കയ്യിലിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഇത്തരം പശുവിനെ കറക്കുമ്പോ 10-30,000 കൊടുക്കണം മാസം. പിന്നെ എല്ലാ പശുവിനും കുത്തുവെച്ച് ചെന പിടിപ്പിച്ചെടുക്കണം. പശുവിന് ചെന പിടിക്കാതെ വിറ്റ് നമ്മ വേറെ പശുവിന് മേടിക്കുമ്പോഴാണ് കടം വരുന്നത്. ഓരോന്നിനെ കുത്തുവെച്ച് ചെന പിടിപ്പിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ലാഭമായിട്ട് പോകാൻ പറ്റും. ചെന പിടിച്ച പശു 3-ാം മാസം മറക്കുമല്ലോ, മതിയ ലക്ഷണം കാണിക്കുമ്പോഴേക്കും ഡോക്ടർ വിളിച്ച് കുത്തുവെപ്പിക്കും. ചിലപ്പോ ആദ്യത്തെ പ്രാവശ്യം കുത്തുവെക്കുമ്പോ ചെന പിടിക്കൂല, പിന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യം അങ്ങനെ വെച്ചാൽ കുത്തുപിടിപ്പില്ല. പിന്നെ ഡോക്ടർ ഇത് വാഷ് ചെയ്ത് മരുന്നൊക്കെ ചെയ്ത് വാഷ് ചെയ്ത് പിന്നെ കുത്തുവെക്കുമ്പോ ചെന പിടിക്കും. പിന്നെയും ചെന പിടിച്ചില്ലെങ്കിൽ കൊടുത്തളെ. അപ്പൊ പാലും കുറയും. അപ്പൊ നമ്മ ഇപ്പൊ 1,90,000 രൂപ പശുവിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുമ്പോ 35-40 രൂപ ഒക്കെ കിട്ടുള്ളൂ.
അപ്പൊ ചേന പിടിപ്പിച്ചെടുക്കാൻ നമുക്ക് ലാഭം. അപ്പൊ ചേട്ടൻ മാത്രമല്ല ഈ പശു വളർത്തൽ മുന്നോട്ട് പോകുന്നത്, ചേച്ചിയും കൂടെ ഉണ്ട്, വൈഫുണ്ട്. ഇതാണ് ചേച്ചി. ചേച്ചി പേരൊന്ന് പറയാവോ? മേരി. അപ്പൊ ചേട്ടന്റെ കൂടെ പശു വളർത്തലില് സഹായിക്കൂലേ? പാലെടുക്കല്, കുപ്പിഴല്. ശരിയാ, ആ കാര്യങ്ങളൊക്കെ ചെയ്യൂലേ, പാലളക്കുന്ന. പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ പശു വളർത്തലില് എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ എന്ത് പറയാ? ചേച്ചി വന്നപ്പോ ഇവിടെ പശു വളർത്തൽ ഉണ്ടായിരുന്നല്ലേ? കല്യാണം കഴിച്ചിട്ട് വന്ന് വെക്കും. വാങ്ങിച്ചു തുടങ്ങി. ചേച്ചിക്ക് അറിയായിരുന്നോ ഇങ്ങനെ? അറിയില്ല, പിന്നെ എങ്ങനെയാ കൽപ്പണിക്ക് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ പഠിച്ചത് ഈ പശു വെളുപ്പിനൊക്കെ എണീക്കണമായിരുന്നു. അപ്പൊ അമ്മ ഉണ്ടായിരുന്നു, അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അമ്മ പറഞ്ഞ് അമ്മ എനിക്ക് സഹായം ആദ്യം. പിന്നെ ഞാൻ വന്നപ്പോഴേക്കും പ്രഗ്നന്റ്. പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി. അപ്പോഴും പിന്നെ തിരിച്ചു വന്നപ്പോഴും പശുക്കളൊക്കെ നടന്നു തൊഴുത്തിൽ. ചേട്ടാ, അപ്പൊ ഇത്രയും തിരക്കേറിയ സ്ഥലത്ത് എങ്ങനെ പശു വളർത്തുന്നു? കാരണം സ്മെല്ല് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ കുഴപ്പമില്ല. ഞാൻ എല്ലാ ദിവസവും കുമ്മായിട്ട് കഴുകും. തൊഴുത്ത് കഴിയുമ്പോ കുമ്മായിട്ട് കഴുകും. പിന്നെ ഉച്ചക്ക് കറക്കുമ്പോ പൊടി വെച്ചു കൊടുത്താണ് കറക്കണത്. ഇപ്പൊ നിങ്ങള് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കൈത്തീറ്റ കൊടുക്കുമ്പോ കൈത്തീറ്റ കൊടുക്കണം, പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം വെയിലായോണ്ടേ പുറത്ത് കെട്ടാൻ പറ്റില്ല. അതൊക്കെ അപ്പൊ തന്നെ അണക്കല് തുടങ്ങും. പായിന്നൊക്കെ വെള്ളം വരും. ഫാനിന്റെ അടിയിലേക്കാണ് അവിടെ നിന്നോളും. അപ്പൊ രാവിലെ എത്ര മണിക്ക് തുടങ്ങും? ഞാൻ 3:30 ആകുമ്പോ എഴുന്നേക്കും. 3:30 ആകുമ്പോ എഴുന്നേക്കും. പിന്നെ അതിന് ശേഷം അത് കഴിഞ്ഞ് കറന്ന് കുളിപ്പിച്ച് പൊടി കൊടുത്ത് കറന്ന് പാല് കൊടുത്ത് 10 മണിയാകുമ്പോ ഇവിടെ വരും. പിന്നെ ഇവിടെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞ് പിന്നെ 11:30 12 മണിയാകുമ്പോ പിന്നെയും തുടങ്ങും. അത് കഴിഞ്ഞ് പാലും കൊടുത്ത് വന്നിട്ട് പച്ചപ്പുല്ല് കൊടുക്കും, വൈക്കോലിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് വെള്ളം കൊടുത്തിട്ട് പച്ചവെള്ളം കൊടുക്കും. അത് കഴിഞ്ഞ് കുളിപ്പിച്ച് 8 മണി വരെ കാത്ത് കഴിയും. 2015 വരെ പുഴയിൽ പോയി പുഴയില് എന്നുവെച്ചാലേ ഭയങ്കര ഒഴുക്കാണ്. എന്നാലും ഇപ്പൊ ഇവിടെ പുല്ലുണ്ട് പറമ്പില്. കിട്ടൂലെന്ന് അറിയണെങ്കിൽ പോയപ്പോ ഇറക്കും. വഞ്ചിയുണ്ട്, വഞ്ചിയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മഞ്ഞുമല്ല നിക്സൺ ചേട്ടന്റെ പശു വളർത്തലാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.